നമസ്കാരം. തൊണ്ടക്കുഴിയിൽ അവസാന തുള്ളി വെള്ളവും വറ്റി പാകിസ്ഥാനികൾ മോദിയോട് കെഞ്ചി അപേക്ഷിച്ചു തുടങ്ങി. കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന്. ഈ വെള്ളം യുദ്ധത്തിന്റെ ആയുധമാക്കിയ തന്ത്രത്തിൽ നിന്ന് ഒന്ന് പിന്മാറാമോ എന്ന്. ഒരിക്കലും മോദി അതിന് തയ്യാറാകില്ല. അവസാനമായി ഒരു വെള്ളം പോലും ഇറക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് പാകിസ്ഥാനികൾ കൊന്നൊടുക്കിയ ഇന്ത്യൻ സഹോദരങ്ങൾക്ക് വേണ്ടി തുടങ്ങി വെച്ച സന്ധിയില്ലാത്ത പോരാട്ടമാണ് മോദി നയിക്കുന്നത്. അതിൽ നിന്ന് പിന്മാറുന്നത് പാക്കികളെ കാലപുരിക്ക് അയച്ച ശേഷം മാത്രമായി. സിന്ധു നദീജല കരാർ ഇന്ത്യ നിർത്തിവെച്ചതിനുള്ള പാകിസ്ഥാന്റെ അമർഷം ശമിക്കുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും സിന്ധു നദീജല കരാറിന്റെ വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും അഭൂതപൂർവമായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇസ്ലാമാബാദ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ ആക്ടിംഗ് സ്ഥിരം പ്രതിനിധി ഉസ്മാൻ ജാദൂൺ ഗ്ലോബൽ വാട്ടർ ബാങ്ക്സി പോളിസി റൗണ്ട് ടേബിളിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. കാനഡയിലെ പെർമനന്റ് മിഷനും യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് റൗണ്ട് ടേബിൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് കരാർ ലംഘിക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പ്രതിനിധി പ്രസ്താവിച്ചു. ഇന്ത്യ മനഃപൂർവ്വം ജലത്തെ ആയുധമാക്കി ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. സിന്ധു നദീജല ഉടമ്പടിയിൽ പാകിസ്ഥാന്റെ നിലപാട് തികച്ചും വ്യക്തമാണ്. കരാർ നിയമപരമായി ബാധകമാണ്. ഏകപക്ഷീയമായ സസ്പെൻഷനോ പരിഷ്കരണമോ അനുവദനീയമല്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇതിനു പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ ജലസേചന സംവിധാനങ്ങളിൽ ഒന്നായ സിന്ധു നദി പാകിസ്ഥാന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പാകിസ്ഥാന്റെ കാർഷിക ജല ആവശ്യങ്ങളുടെ 80% സിന്ധു നദീതടം നിറവേറ്റുകയും 240 ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവനാഡിയായി തുടരുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. അതേ അവസരത്തിൽ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ല എന്ന് ഇന്ത്യ വ്യക്തമായി ശക്തമായി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക കരാർ ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടായിരുന്നു കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഉടമ്പടി പ്രകാരം സിന്ധു നദീതടത്തിലെ കിഴക്കൻ നദികളായ സത്ലജ്, ബിയാസ്, രവി എന്നിവിടങ്ങളിലെ എല്ലാ വെള്ളവും ഇന്ത്യക്ക് അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. അതേസമയം പാകിസ്ഥാന് പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവിടങ്ങളിലെ വെള്ളത്തിലേക്ക് പ്രവേശനവുമുണ്ട്. സിന്ധു നദീജല കരാറിനെ ചുറ്റിപ്പറ്റി പാകിസ്ഥാൻ വീണ്ടും ഉയർത്തുന്ന വിലാപം പുതിയതൊന്നുമല്ല. ഇന്ത്യയുടെ ദീർഘകാല ക്ഷമയും നയതന്ത്ര സഹനവും ദുരുപയോഗം ചെയ്തുകൊണ്ട് ദശകങ്ങളായി ഇന്ത്യക്കെതിരെ ശത്രുത വളർത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകരതയെ തന്നെ ഔദ്യോഗിക നയമാക്കി മാറ്റിയ ഒരു ഭരണകൂടം ഇന്ന് ജലസുരക്ഷയുടെ പേരിൽ ലോക സമൂഹത്തിന്റെ സഹാനുഭൂതി നേടി നാടകം കളിക്കുകയാണ്. ഇന്ത്യ താൽക്കാലികമായി സിന്ധു ജല കരാർ നിർത്തിവെച്ചത് ഒരു പ്രകോപന നടപടിയല്ല, മറിച്ച് ദേശീയ സുരക്ഷയും രാജ്യത്തിന്റെ താല്പര്യങ്ങളും മുൻനിർത്തിയുള്ള ശക്തമായ രാഷ്ട്രീയ തീരുമാനമാണ്. തങ്ങളുടെ തന്നെ തെറ്റായ ഭരണവും അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ പാകിസ്ഥാന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയല്ലാതെ മറ്റു വഴികളില്ല. ഡാമുകളിലെ ജലനിരപ്പ് കുറഞ്ഞതും കുടിവെള്ളത്തിനായി ജനങ്ങൾ അലയേണ്ടി വരുന്നതും ഇന്ത്യയുടെ കുറ്റമല്ല, അത് പാകിസ്ഥാന്റെ പരാജയപ്പെട്ട ഭരണകൂടത്തിന്റെ തെളിവാണ്. ഇന്ത്യ വർഷങ്ങളായി കരാർ വ്യവസ്ഥകൾ മാനിച്ചുവെങ്കിലും പാകിസ്ഥാൻ മറുവശത്ത് അതിർത്തി കടന്ന ഭീകരതയും വെടിനിർത്തൽ ലംഘനങ്ങളും തുടരുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രാദേശിക സ്ഥിരത എന്ന വാക്കുച്ചരിക്കാൻ പാകിസ്ഥാനേക്കാൾ അയോഗ്യമായ മറ്റൊരു രാജ്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ദുർബലമായ ഒരു രാജ്യമല്ല. ജലവും ഭൂമിയും സുരക്ഷയും എല്ലാം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഭാഗങ്ങളാണ്. ഇന്ത്യയുടെ ക്ഷമയെ ദൗർബല്യമായി കരുതുന്നവർക്ക് ചരിത്രം കഠിനമായ മറുപടി നൽകും. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇന്ത്യക്കെതിരെ വിഷം വിതറുന്നതും തുടരുന്ന ഒരു രാജ്യത്തോട് അനന്തമായി സഹിഷ്ണുത കാണിക്കേണ്ട ബാധ്യത ഇന്നത്തെ ഇന്ത്യക്കില്ല. കരാറുകൾ പോലും ദേശീയ സുരക്ഷയെ ബാധിക്കുന്നുവെങ്കിൽ അവ പുനഃപരിശോധിക്കപ്പെടും. ഇതാണ് മോദി ഇന്ത്യയുടെ നയം. പാകിസ്ഥാൻ എന്ന് ഇന്ത്യയോട് അപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് അവരുടെ തന്നെ നയപരാജയത്തിന്റെ ഫലമാണ്. ജലം രാഷ്ട്രീയ ആയുധമാക്കിയതും അത് ദുരുപയോഗം ചെയ്തതും പാകിസ്ഥാൻ തന്നെയാണ്. സ്വന്തം ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ കഴിയാത്ത ഭരണകൂടം ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് ലോകം ഗൗരവത്തോടെ എടുക്കില്ല. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാന്റെ ശത്രുവല്ല. പക്ഷേ ഇന്ത്യയുടെ സഹിഷ്ണുതയെ പരീക്ഷിക്കുന്നവർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കുന്നത് ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയുമാണ്. രാജ്യത്തിന്റെ ജലസ്രോതസ്സുകളും സുരക്ഷയും സ്വാഭിമാനവും സംരക്ഷിക്കാൻ മോദി പിന്നോട്ടില്ല. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷെ അത് ദൗർബല്യത്തിന്റെ വില കൊടുത്തല്ല. പാകിസ്ഥാൻ ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ മോദിയുടെ ഇന്ത്യ നിർണായകമായ തിരിച്ചടിയിലൂടെ അത് പഠിപ്പിക്കും.